ജ്യോതിസ് എഡ്യൂ ടോക്കിലേക്ക് സ്വാഗതം. ജ്യോതിസ് എഡ്യൂ ടോക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആണ് സ്വാഭാവികമായിട്ടും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞാൻ പലപ്പോഴും അഥവാ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ അവരുടെ ടോയ്ലറ്റ് ഉപയോഗത്തെക്കുറിച്ച് അഥവാ അതിന് വേണ്ടുന്ന ട്രെയിനിങ്ങിനെക്കുറിച്ച്, അതിന് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, അതുപോലെ സ്കൂളിൽ എത്തുന്ന കുട്ടികൾക്ക് അവർ ടോയ്ലറ്റ് കൃത്യമായിട്ട് പോകേണ്ട സമയത്ത് ഉപയോഗിക്കുന്നുണ്ടോ, എങ്ങനെയാണ് പ്രത്യേകിച്ച് KG തലത്തിലുള്ള കുഞ്ഞുങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അവർ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അവരെ പരിശീലിപ്പിക്കുന്നത്. ഇനി 12th വരെ എത്തുന്ന കുട്ടികളെ സംബന്ധിച്ചായിരുന്നാൽ പോലും സ്കൂളിലെ അധ്യാപകർക്കും ആൻറ്റിമാർക്ക് മാത്രമല്ല, അധ്യാപകർക്കുൾപ്പെടെ ഇത്തരം കാര്യത്തിൽ ചുമതലയുണ്ട്. അവർ ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആ പ്രവൃത്തി കൂടി നിർവഹിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവരോട് പറയാതെ അവരൊരു പക്ഷേ യൂറിനേറ്റ് ചെയ്യാൻ പോകാതെ അത് പരമാവധി പിടിച്ചു നിർത്തുന്ന ഒരു സമീപനം ഉണ്ടാകും. അതല്ല, കുട്ടികളെ കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ വാട്ടർ ബെല്ല് എന്നൊരു സംവിധാനം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉണ്ടായിരിക്കണം. കുട്ടികളെ കൃത്യമായിട്ട് രാവിലെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ബ്രേക്ക് ഉണ്ടാവും. അവർ ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ ബ്രഞ്ച് ബ്രേക്ക് എന്നതിന് വിളിക്കാറുണ്ട്. ഏതായാലും ശരി തന്നെ, ഒരു ടീ ബ്രേക്ക് പോലെ അവർ രാവിലത്തെ കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ഞാനും എല്ലാവരും പറയാറുണ്ട്. ഏറ്റവും വളരെ നല്ല സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന അത്തരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അരമണിക്കൂറും 3/4 മണിക്കൂറും സമയമൊക്കെ ആണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ പറയുന്ന ടീ ബ്രേക്ക് അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക് അല്ലെങ്കിൽ ബ്രഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത്. ലഞ്ച് ബ്രേക്ക് 1 മണിക്കൂർ നീണ്ടു നിന്നേക്കാം. അപ്പോൾ വാട്ടർ ബെല്ലെന്ന് പറയുന്ന സംവിധാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളുകളിൽ ഒരു ബെല്ലടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ അനുവദിക്കുക, ടോയ്ലറ്റിൽ പോകാൻ അനുവദിക്കുക. അവർ യൂറിനേറ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതല്ലാതെ തന്നെ അവർക്ക് എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടെങ്കിൽ എപ്പോഴായിരുന്നാലും അവരെ ടോയ്ലറ്റിൽ വിടാനുള്ള മനസ്സ് അധ്യാപകർക്കുണ്ടാകണം. അതല്ല അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞുള്ള രീതിയിലുള്ളൊരു സമീപനം. ഒരിക്കലും ഇപ്പോൾ ഷൗട്ടിങ്ങോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ദേഷ്യത്തോടുകൂടിയുള്ള വർത്തമാനമൊന്നും അധ്യാപകർക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് അധ്യാപകർക്ക് തിരിച്ചറിവുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നു. എത്രത്തോളം ഇഷ്ടത്തോടുകൂടി കുട്ടികളെ സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ അവരോട് സമീപിക്കാമോ അത് മാത്രമാണ് കുട്ടികൾ അംഗീകരിക്കുന്നത്. അതല്ലെങ്കിൽ ആ അധ്യാപകരെ വെറുക്കും, ആ അധ്യാപകർ പഠിപ്പിക്കുന്ന വിഷയവും ആ സബ്ജക്റ്റും കുട്ടികൾ വെറുക്കും. വളരെ ഹേറ്റഡ്നെസ് ആ കുട്ടികൾക്ക് രണ്ട് രീതിയിൽ അവർക്കുണ്ടാവും. അധ്യാപകരോടുണ്ടാവും, അതുപോലെ തന്നെ ആ സബ്ജക്റ്റിനോടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ വെള്ളം കുടിക്കാൻ അനുവദിക്കുക, ടോയ്ലറ്റിൽ പോകാൻ അനുവദിക്കുക. ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്ന സമയത്ത് അമിതമായി 5-10 മിനിറ്റ് കുട്ടികൾ ഒരുപക്ഷെ ടോയ്ലറ്റിൽ ചിലവഴിക്കുന്ന ഒരു കാലമാണിത്. കുട്ടികളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്കൂളിലെ ഒരു ഭാഗം ഏതെന്ന് ചോദിച്ചാൽ, പണ്ട് യഥാർത്ഥത്തിലെ സ്കൂൾ ക്യാമ്പസിൽ അവർക്ക് ഏറ്റവും ഉത്സാഹപൂർവ്വം അവർ പോയിരുന്നത് ഗ്രൗണ്ടിലേക്കാണെങ്കിൽ ഇപ്പോൾ ടോയ്ലറ്റിൽ ചിലവഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഏതായാലും ശരി തന്നെ, അങ്ങനെ കുട്ടികളെ അതിൽ കുറ്റം കാണാതെ കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ ടോയ്ലറ്റ് വിടാനുള്ള ഒരു സമീപനം അധ്യാപകർ കാട്ടേണ്ടതാണ്. അവർ മാത്രമല്ല, കുട്ടികളോട് രക്ഷിതാക്കൾ പറയേണ്ട ഒരു കാര്യം, അവിടെ ടോയ്ലറ്റ് ക്ലീൻ അല്ല, അല്ലെങ്കിൽ അവിടെ സഫീഷ്യൻ്റായിട്ട് വെള്ളമില്ല, അല്ലെങ്കിൽ അവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഇന്ത്യൻ ക്ലോസറ്റ് എനിക്ക് പരിചയമില്ല, ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് കുട്ടികൾ ഒരുപക്ഷേ ടോയ്ലറ്റിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂൾ അധികാരികളെ അതെല്ലാം അറിയിച്ച് ഇപ്പോൾ ദിവ്യാങ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് എല്ലാ സ്കൂളുകളിലും യഥാർത്ഥത്തിൽ എല്ലാ ഫ്ലോറിലും ഹാൻഡിക്യാപ്ഡായിട്ട് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒരുക്കിയിരിക്കണമെന്നുള്ളതാണ്. അത് മുൻപ് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഫ്ലോറിലും വേണമെന്ന് മാത്രമല്ല, എല്ലാ ഫ്ലോറിലും ബോയ്സിന് വേറെ ഗേൾസിന് വേറെ ആയിട്ട് പോലും ഒരുക്കണമെന്നുള്ളതാണ്. അത്രത്തോളം ഈ ഒരു കാര്യത്തിൽ ശൗചാലയങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യം രാജ്യത്ത് ഇപ്പോൾ കൊടുക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുതന്നെ സ്കൂളുകൾക്ക് അത്യന്താപേക്ഷിതമായിട്ട് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ടാപ്പ് ഉണ്ടാവണമെന്ന് പറയുന്നത് പോലെ തന്നെ യൂറിനൽസ് ഉണ്ടാവണം, ബാക്കി ക്ലോസറ്റ് ഉണ്ടാവണം. അത് യൂറോപ്പിന് വേണ്ടത് നിർബന്ധമായിട്ടും ഒരുക്കിയിരിക്കണം. അത് ഈ പറഞ്ഞതുപോലെ ദിവ്യാംഗ് വിഭാഗത്തിലുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ളത് ഒരുക്കിയിരിക്കണം. പക്ഷേ ഇവിടെ എല്ലാം കുട്ടികൾ എല്ലാ ദിവസവും കുട്ടികൾ
അവരുടെ വിഷയങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് പോലെ, അവർ നല്ല മാർക്ക് വാങ്ങിയെന്ന് ഉറപ്പുവരുത്തുന്നത് പോലെ, അവർ ടോയ്ലറ്റിൽ പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കിപ്പോൾ അധ്യാപകർക്കുണ്ടെന്നുള്ളത് കൂടി പറയാതെ വയ്യ. അതല്ലാത്ത പലപ്പോഴും കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഇഷ്യൂസ് വരാറുണ്ട്. മുതിർന്നവർക്ക് മാത്രം കാണപ്പെട്ടിരുന്ന അത്തരത്തിലുള്ള രോഗങ്ങൾ, ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കാവുന്ന തരത്തിലുള്ള രോഗങ്ങൾ, അത് ഗേൾസിന് കൂടുതലായിട്ടുണ്ടാകാറുണ്ട്. ഒരുപക്ഷെ അതവരുടെ ഭാവിയിലെ ഫെർട്ടിലിറ്റിയെ പോലും ബാധിക്കുന്ന തരത്തിൽ അത് സസ്റ്റെയിൻ ചെയ്തു പോകാറുണ്ടെന്നുള്ളതും രക്ഷകർത്താക്കൾക്ക് അറിയാവുന്നതാണ്. അധ്യാപകരായ രക്ഷകർത്താക്കളും അധ്യാപകരും രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. അവർ അധ്യാപകരും അമ്മമാരാണ്, അല്ലെങ്കിൽ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. അതുകൂടാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുന്നു, രക്ഷകർത്താക്കൾ സ്കൂളിൽ കുട്ടികളെ വിടുമ്പോൾ അവരോട് കൃത്യമായിട്ട് യൂറിനേറ്റ് ചെയ്യേണ്ട സമയത്ത് പോയിരിക്കണമെന്നും, അതുപോലെ അവർക്ക് വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കുടിച്ചിരിക്കണമെന്നും, അവർക്ക് ടോയ്ലറ്റിൽ പോകേണ്ട സമയത്ത് അവർ പോകാതെ വീട്ടിൽ വരുന്നത് വരെ അവർ ഈ പറയുന്ന തരത്തിലുള്ള എക്സ്ക്രീഷൻ ഒന്നും ചെയ്യാതെ അവർ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള സമീപനം അവർക്ക് പലതരം രോഗങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളത് കൊണ്ട് വളരെ പ്രാധാന്യമേറിയുള്ളൊരു വിഷയമാണ് ഞാൻ സൂചിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ ഇതിനെല്ലാം ട്രെയിൻ ചെയ്യാൻ ഒരുമിച്ച് അധ്യാപകരും രക്ഷകർത്താക്കളും കൈകോർത്തുകൊണ്ട് നിൽക്കുക. എല്ലാ കുട്ടികളും നല്ല വ്യക്തിത്വമായിട്ട് വളർന്നു വരട്ടെ, നല്ല തലമുറയായിട്ട് അവർ രാജ്യത്തെ നയിക്കട്ടെ. നന്ദി.